ഇത് ഉമ്മർചാമ്പൻ്റെ ഒരു തയ്യാണ്. ഏതെങ്കിലും ചാമ്പ വേണമെങ്കിലും പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവനത്തിൽ ഇന്ന് ലഭ്യമാണ്. ഏതെങ്കിലും ഇനം ഞങ്ങൾക്ക് ഇല്ലാത്ത ഒരു തൈ ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞാൽ പോലും ഞങ്ങൾ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ തീർത്തും ഞങ്ങളെ സമീപിച്ചാൽ അത്തരം തൈകൾ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. ഏതിനം തൈകൾ വേണമെങ്കിൽ കർഷകന് ആവശ്യമുള്ളതെല്ലാം ഒരു കൊടക്കീഴിൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കും. തെങ്ങ്, കവുങ്ങ്, പച്ചക്കറികൾ, വാഴ ഇതൊക്കെയാണ് എൻ്റെ പ്രധാനമായ കൃഷികൾ. അപ്പോൾ നമ്മുടെ ഈ പുളിക്കൽ സഹകരണ ബാങ്കിൻ്റെ ഒരു നല്ല ഒരു ഫാമാണിത്. ഗുണമേന്മയുള്ള നല്ല ഇനം തൈകൾ, പച്ചക്കറി വിത്തുകൾ, പച്ചക്കറി തൈകളായാലും അതുപോലെ ഫലവൃക്ഷങ്ങളായാലും അതുപോലെ തന്നെ നാളികേരം, തെങ്ങ്, കവുങ്ങ് എല്ലാ ഇനവും ഗുണമേന്മയുള്ള തൈകളാണ് ഇവിടെ ഉണ്ടാകുക. അതുകൊണ്ട് ഞാനധികവും ഇവിടെ നിന്നാണ്, പുറത്തുനിന്നും വാങ്ങാറില്ല, ഇവിടെ നിന്ന് തന്നെയാണ് തൈകളൊക്കെ വാങ്ങാറുള്ളത്. നല്ല ഫലപ്രാപ്തി ഉണ്ട്. കാരണം നട്ട് നമ്മളവരെ പറഞ്ഞ സമയത്ത് തന്നെ അതിന് നമുക്ക് ഈൽഡ് കിട്ടുന്നുണ്ടെന്നാണ് അതിൻ്റെ പ്രത്യേകത. ഫലവൃക്ഷങ്ങളൊക്കെ ഈ റംബുട്ടാനൊക്കെ ഞാൻ ഒരു 10-15 റംബുട്ടാൻ വാങ്ങി വെച്ചു. ഒരു 3 വർഷമായപ്പോഴേക്ക് തന്നെ അതിന് ധാരാളം കായ്കൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മംഗള, ഇൻഡർസി മംഗള, അതുപോലെ തന്നെ മുഹീന്നാർ കഴുങ്ങും തൈ, ഇതൊക്കെ ഒരു 10-300 കഴുങ്ങും തൈ ഞാൻ വെച്ചിട്ടുണ്ട്. ഒക്കെ ഈൽഡായി തുടങ്ങി. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഫാമാണിത്. വഞ്ചിക്കപ്പെടില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല ഗുണമേന്മയുള്ള തൈകളാണ് അവർ വരുത്തുന്നത്. ഹോൺ ഗ്രോൺ പോലുള്ള നല്ല വിശ്വാസാർന്ന തൈകളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. വിലക്കുറവുണ്ട്, അതിൻ്റെ അതേസമയം വിലക്കുറവുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്, വിലക്കുറവുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ഒരു ഫാമാണ്. ഞാൻ വളരെ വർഷങ്ങളായി ഇവിടെ ഇവരുമായിട്ടുള്ള ബന്ധം. ഒരുപാട് ഇനം ചാമ്പകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഉമ്മർചാമ്പുണ്ട്, അത് ദലഹരി, ഇത് അതിൻ്റെ പൂവ് ആയത് കണ്ടില്ലേ. ഇത് ഒരു മാസം കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് പൂത്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പഴം പറിച്ചെടുക്കാൻ കഴിയുന്നതാണ് ചാമ്പ. പെട്ടെന്ന് ചാമ്പയിലേക്ക് കായലേക്ക് വരും. ഈ ദലഹരി ഇതാ സ്പെഷ്യൽ ചാമ്പ, ഇതൊക്കെ തന്നെ നല്ല ചാമ്പകളാട്ടോ. ചാമ്പ ബ്ലാക്ക്, സ്പെഷ്യൽ ബ്ലാക്ക് അത്. പിന്നെ ഉമ്മർചാമ്പയാണ് ഈ കാണുന്ന, ഈ ഭാഗത്ത് കാണുന്ന തൈകളൊക്കെ. ഇതുപോലെ എല്ലാ ഇനം ചാമ്പകളും, തായ്ബൽ ഉണ്ട്. തായ്ബലിൻ്റെ നല്ല ചാമ്പ ഓങ്ക്രോണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. ഓങ്ക്രോണ്ട് ഒരുപാട് ഇനം വേറെ തൈകളുണ്ട്, ചാമ്പകളുടെ ഇനത്തിലുണ്ട്. ഏതിനം ചാമ്പ വേണമെങ്കിലും ഞങ്ങളെ സമീപിച്ചാൽ ചാമ്പ എടുത്ത് പോകാൻ കഴിയും. പൂത്ത മരങ്ങൾ തന്നെ ഇതിലുണ്ട്. ഇതിലൊക്കെ വെച്ചാൽ പൂവായി കാണണം, കണ്ടില്ലേ പൂത്തതാ. ഇതൊക്കെ പൂവാണ്, ഇതൊക്കെ ഇനി കായലിക്ക് വരാനുള്ളൂ. ഇതൊക്കെ പൂവായി കഴിഞ്ഞ മരങ്ങളാണ്. അപ്പോൾ ഈ പൂവായ ഈ മരമൊക്കെ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് പഴം തന്നെ ആവും. ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഈ ചാമ്പൻ്റെ പ്രത്യേകത. അപ്പോൾ ഏത് തായ്ബല്ലൊക്കെ വേണമെങ്കിൽ നല്ല മരങ്ങളുണ്ട്, താഴത്തെ ഇതിനേക്കാൾ നല്ല മരമുണ്ട്. അത് 300 രൂപയിൽ, ഉമ്മർചാമ്പയൊക്കെ 300 250-300 രൂപേൻ്റെ ചാമ്പകൾ, അതിനേക്കാൾ വില കുറഞ്ഞ ചാമ്പകളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞു നോക്കി എടുത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഇത് നടന്നത് വലിയ കുഴി എടുത്തിട്ട് മണ്ണിളക്കി നല്ല 1 മീറ്റർ സമയത്തിനുള്ള കുഴിയിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. അത് സാധാ ആ 1 മീറ്റർ സമചതുര കുഴി എടുത്താൽ 1/2 മീറ്ററോളം മണ്ണ് അതിലേക്ക് തന്നെ ഇട്ട്, മണ്ണിളക്കിയ മണ്ണ്, ഏറ്റവും മേൽമണ്ണിട്ട് അതിൻ്റെ മുകളിലേക്ക് തൈ വെച്ച് ഭൂമി നിരപ്പിന് വരുന്ന രീതിയിലേക്ക് തൈനെ കൊണ്ടുവന്നിട്ട് ബാക്കി വളം മണ്ണും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ സൈഡിലേക്ക് ഇറക്കി കൊടുത്താൽ ഒരു വലിയ വളർച്ചയെന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് കൃഷി കൂടി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. നന്നായിട്ട് വളം കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കായലിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത്. ഇത് ചട്ടിയിലൊക്കെ ഞങ്ങൾ വെക്കുമ്പോൾ പറഞ്ഞാൽ പെട്ടെന്ന് കായലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പിച്ച് കൊണ്ടുപോകാം. ഏതെങ്കിലും ചാമ്പ വേണമെങ്കിലും പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവനത്തിൽ ഇന്ന് ലഭ്യമാണ്. ഇത് ഉമ്മർചാമ്പൻ്റെ ഒരു തയ്യാണ്. ഇതിൽ കായ്ച്ചാണ്. ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് കായ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു, ഇപ്പം അത്ര തന്നെ കൂടുതൽ കായില്ല. ഇതിൻ്റെ ആ പഴം കണ്ടില്ലേ, എത്ര ഭംഗിയായിട്ടാണ് പഴം നിൽക്കണത്. ഇത്തരം ഒരു ചാമ്പ വീട്ടുമുറ്റത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് തന്നെ ഓടിപ്പോൾ ഒരു ചാമ്പ എടുത്ത് കഴിക്കാൻ കഴിയും. അത് നോക്കി നിൽക്കാൻ തന്നെ എത്ര രസമായിരിക്കും. ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ചാമ്പേൻ്റെ മുകളിൽ പറിച്ചെടുത്ത് കാണാൻ, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകാട്ടി നമുക്ക് അതുപോലെ തന്നെ നമ്മളെ മറ്റ് സുഹൃത്തുക്കൾക്ക് കൊടുക്കാനൊക്കെ തന്നെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെ ഓരോ ആളുകളും. അപ്പോൾ അത്തരം ആളുകൾക്ക് നടാൻ ഏറ്റവും നല്ലത് ഉമ്മർചാമ്പയാണ് എന്നാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പഴം തിന്നതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇത് നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ രൂപപ്പെട്ട ഒരു ഇനം എന്നുള്ള രീതിയിൽ കാണാം. ഉമ്രാക്കൻ്റെ ചാമ്പയാണ്. അതുകൊണ്ട് തന്നെ ഈ ചാമ്പയ്ക്ക് ഇന്ന് വലിയ രീതിയിലുള്ളൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഇതിനെ തിന്നു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഇതിൻ്റെ ഒരുപാട് ഇനം ചാമ്പയിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാ ചാമ്പയും ഞാൻ തിന്നു നോക്കിയിട്ടുണ്ട്. ഏറ്റവും രുചികരമായ ചാമ്പ ഇത് തന്നെയാണ് കേട്ടോ. ഏറ്റവും രുചിയുള്ള ചാമ്പ ഈ ഉമ്മർചാമ്പ തന്നെയാണ്. ഈ ഉമ്മർചാമ്പൻ്റെ തൈകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ബെഡ് ചെയ്ത് ഉണ്ടാക്കിയ തൈകളുണ്ട്. ഞങ്ങൾ ആ തൈകൾ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങളെ സമീപിച്ചാൽ ഉമ്മർചാമ്പൻ്റെ തൈകൾ കൊണ്ടുപോകാൻ കഴിയും കേട്ടോ.